തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് നടൻ വിജയ് നയിക്കുന്ന ടി.വി.കെയും ഇന്ത്യ സഖ്യവുമായുള്ള ബന്ധം. ഒരു സിനിമാ താരത്തിൽ നിന്ന് രാഷ്ട്രീയ നേതാവായി മാറിയ വിജയ് ഇന്ന് തമിഴ്നാട്ടിലെ പ്രധാന രാഷ്ട്രീയ ശക്തികളിലൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ടി.വി.കെ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. തിരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ പിന്തുണ നേടുന്നതിനായി ടി.വി.കെക്ക് വിവിധ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ ലഭിച്ചു. പ്രത്യേകിച്ചും കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഇടതുപക്ഷ പാർട്ടികൾ തുടങ്ങിയവ ടി.വി.കെയെ പിന്തുണച്ചു. ഇതോടെ വിജയ് മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തി. ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നത് ടി.വി.കെ ഔദ്യോഗികമായി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണോ എന്നുള്ളതാണ്. ഇതിന് വ്യക്തമായ ഉത്തരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. എന്നാൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ടി.വി.കെയും ഇന്ത്യ സഖ്യത്തിലെ പ്രധാന ഘടകകക്ഷികളും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ഡി.എം.കെയുമായുള്ള ദീർഘകാല ബന്ധം അവസാനിപ്പിച്ച് വിജയിയെ പിന്തുണച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. അതേസമയം കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരം ഡി.എം.കെയും ടി.വി.കെയും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തുടരുമെന്നാണ് പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. ഇത് ടി.വി.കെയുടെ ഭാവി രാഷ്ട്രീയ ദിശയെക്കുറിച്ചുള്ള സൂചനയായി വിലയിരുത്തപ്പെടും. വിജയ് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ മതനിരപേക്ഷത, സാമൂഹ്യനീതി, സംസ്ഥാന അവകാശങ്ങൾ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ ആശയങ്ങൾ ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളുടെയും രാഷ്ട്രീയ നിലപാടുകളുമായി സാമ്യമുള്ളവയാണ്. കൂടാതെ ബി.ജെ.പിയുമായോ എൻ.ഡി.എയുമായോ സഖ്യമില്ലെന്ന നിലപാടും വിജയ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ടി.വി.കെയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള ബന്ധം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള ദേശീയ രാഷ്ട്രീയ ചർച്ചകളിലും ഇത് പ്രധാന വിഷയമായി മാറിയിട്ടുണ്ട്. വിജയ് ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുമോ, ഇന്ത്യ സഖ്യത്തിന്റെ ഔദ്യോഗിക ഭാഗമാകുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അടുത്തിടെ ടി.വി.കെ നേതൃത്വത്തിലുള്ള സഖ്യം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് നൽകാൻ തീരുമാനിച്ചു. ഇത് ടി.വി.കെയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ തെളിവായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിൽ സ്ഥിരം സുഹൃത്തുക്കളോ സ്ഥിരം ശത്രുക്കളോ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. സാഹചര്യങ്ങൾക്കനുസരിച്ച് സഖ്യങ്ങൾ മാറാം. അതിനാൽ ടി.വി.കെ ഇന്ത്യ സഖ്യത്തിൽ ഔദ്യോഗികമായി ചേരുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ടി.വി.കെയും ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികളും തമ്മിൽ ശക്തമായ സഹകരണം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാം. തമിഴ്നാട്ടിലെ അധികാര രാഷ്ട്രീയത്തിൽ ഈ കൂട്ടുകെട്ട് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് ഭാവിയിൽ ദേശീയ രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്.